JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് രൂപത്തിലാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. 50 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡയറി പ്ലാന്റില് ക്ലീനിങ് കെമിക്കലുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഡയറി പ്ലാന്റില് ക്ലീനിങ് കെമിക്കലുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാന്, ബാക്ടീരിയ വളർച്ച തടയാന്, ശുചിത്വം ഉറപ്പാക്കാൻ. അപ്പോൾ ഡയറി പ്ലാന്റില് ക്ലീനിങ് കെമിക്കലുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്: ഒന്ന്, പാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാന്, ബാക്ടീരിയ വളർച്ച തടയാന്, ശുചിത്വം ഉറപ്പാക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആൽക്കലൈൻ ക്ലീനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൽക്കലൈൻ ക്ലീനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൽക്കലൈൻ ക്ലീനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവ നീക്കം ചെയ്യാൻ. കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവ നീക്കം ചെയ്യാനാണ് ആൽക്കലൈൻ ക്ലീനർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആസിഡിക് ക്ലീനർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആസിഡിക് ക്ലീനർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മിനറൽ ഡെപ്പോസിറ്റ്, മിൽക്ക് സ്റ്റോൺ എന്നിവ നീക്കം ചെയ്യാൻ. മിനറൽ ഡെപ്പോസിറ്റ്, മിൽക്ക് സ്റ്റോൺ എന്നിവ നീക്കം ചെയ്യാൻ. അപ്പോൾ ആസിഡ് ക്ലീനർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മിനറൽ ഡെപ്പോസിറ്റ്, മിൽക്ക് സ്റ്റോൺ എന്നിവ നീക്കം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർജന്റ് എന്നത് എന്താണ്? ഡിറ്റർജന്റ് എന്നത് എന്താണ് ഡിറ്റർജന്റ്? മാലിന്യങ്ങളും കൊഴുപ്പും അഴിക്കാൻ സഹായിക്കുന്ന ക്ലീനിങ് കെമിക്കൽ. മാലിന്യങ്ങളും കൊഴുപ്പും അഴിക്കാൻ സഹായിക്കുന്ന ക്ലീനിങ് കെമിക്കൽ ആണ് ഡിറ്റർജന്റ്. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഹാനികരമായ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ. ഹാനികരമായ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനാണ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ ഉപയോഗിക്കുന്ന സാനിറ്റൈസറുകൾ ഏതെല്ലാം? സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസറുകൾ ഉണ്ട്. അത് ഏതെല്ലാമാണ്? ക്ലോറിന്, അയോഡിൻ, ക്വാട്ടേർണി അമോണിയം കമ്പൗണ്ടുകള്. ക്ലോറിൻ, അയോഡിൻ, ക്വാട്ടേർണി അമോണിയം കമ്പൗണ്ടുകള്. ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസറുകള്. അടുത്ത ക്വസ്റ്റ്യൻ, CIP അതായത് ക്ലീൻ ഇൻ പ്ലേസ് സിസ്റ്റത്തില് ക്ലീനിങ് കെമിക്കലുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു? CIP സിസ്റ്റത്തില് ക്ലീനിങ് കെമിക്കലുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? യന്ത്രങ്ങൾ പൊളിക്കാതെ അകത്തുകൂടി കെമിക്കലുകൾ ഒഴുക്കി ശുചീകരിക്കുന്നു. യന്ത്രങ്ങൾ പൊളിക്കാതെ അകത്തൂടെ കെമിക്കലുകൾ ഒഴുക്കി ശുചീകരിക്കുന്നു. അതാണ് CIP സിസ്റ്റത്തില് ക്ലീനിങ് കെമിക്കലുകൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? യന്ത്രങ്ങൾ പൊളിക്കാതെ അകത്തൂടെ കെമിക്കലുകൾ ഒഴുക്കി ശുചീകരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ സ്വീകരണം എന്താണ്? മിൽക്ക് റിസപ്ഷൻ അതായത് പാൽ സ്വീകരണം എന്താണ്? കർഷകരിൽ നിന്ന് അല്ലെങ്കിൽ ശേഖരണ കേന്ദ്രങ്ങളിൽ നിന്ന് പാൽ സ്വീകരിക്കുന്ന പ്രക്രിയ. കർഷകരിൽ നിന്ന് അല്ലെങ്കിൽ ശേഖരണ കേന്ദ്രങ്ങളിൽ നിന്ന് പാൽ സ്വീകരിക്കുന്ന പ്രക്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ ഫിൽട്രേഷൻ ചെയ്യുന്നത് എന്തിന്? പാല് ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് ചെയ്യുന്നത്? പൊടി, മാലിന്യങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യാൻ. പാൽ ഫിൽട്രേഷൻ ചെയ്യുന്നത് എന്തിനാണ്? പൊടി, മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാൻഡർഡൈസേഷൻ എന്നത് എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ എന്നത് എന്താണ്? പാലിലെ കൊഴുപ്പ്, SNF എന്നിവ നിശ്ചിത അളവിൽ ക്രമീകരിക്കുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ എന്നാൽ എന്താണ്? പാലിലെ കൊഴുപ്പ്, SNF എന്നിവ നിശ്ചിത അളവിൽ ക്രമീകരിക്കുന്നതാണ് സ്റ്റാൻഡർഡൈസേഷൻ. അടുത്ത് പാസ്ചറൈസേഷൻ എന്താണ്? പാസ്ചറൈസേഷൻ എന്താണ്? പാൽ നിശ്ചിത താപനിലയിൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കുന്ന പ്രക്രിയ. പാല് നിശ്ചിത താപനിലയിൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കുന്ന പ്രക്രിയ. എന്താണ്? പാസ്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, HTST പാസ്ചറൈസേഷൻ എന്നത് എന്താണ്? HTST പാസ്ചറൈസേഷൻ എന്ന എന്താണ്? 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് പാൽ ചൂടാക്കുന്ന രീതി. അതാണ് HTST പാസ്ചറൈസേഷൻ. 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് പാൽ ചൂടാക്കുന്ന രീതിയാണ് HTST പാസ്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോമോജനൈസേഷൻ എന്തിന് ചെയ്യുന്നു? ഹോമോജനൈസേഷൻ എന്തിനാണ് ചെയ്യുന്നത്?
കൊഴുപ്പ് കണങ്ങൾ ഒരേപോലെ വിതരണം ചെയ്യാൻ, കൊഴുപ്പ് കണങ്ങൾ ഒരേപോലെ വിതരണം ചെയ്യാനാണ് ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂളിംഗ് ചെയ്യുന്നത് എന്തിന്? കൂളിംഗ് ചെയ്യുന്നത് എന്തിന്? ബാക്ടീരിയ വളർച്ച കുറയ്ക്കാനാണ് കൂളിംഗ് ചെയ്യുന്നത്. കൂളിംഗ് ചെയ്യുന്നത് എന്തിനാണ്? ബാക്ടീരിയയുടെ വളർച്ച കുറയ്ക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാക്കേജിംഗ് എന്നത് എന്താണ്? പാൽ സുരക്ഷിതമായി പൊതിയുന്ന പ്രക്രിയ. പാൽ സുരക്ഷിതമായി പൊതിയുന്ന പ്രക്രിയയാണ് പാക്കേജിംഗ്. മിൽക്ക് റിസീവിംഗ് ടാങ്ക് എന്തിന് ഉപയോഗിക്കുന്നു? മിൽക്ക് റിസീവിംഗ് ടാങ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്ലാന്റിലെത്തിയ പാലൊക്കെ ശേഖരിക്കാൻ. പ്ലാന്റിലെത്തിയ പാൽ ശേഖരിക്കാൻ എന്തിനാണ് മിൽക്ക് റിസീവിംഗ് ടാങ്ക് ഉപയോഗിക്കുന്നു? മിൽക്ക് റിസീവിംഗ് ടാങ്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്ലാന്റിലെത്തിയ പാൽ ശേഖരിക്കാൻ. പാസ്ചറൈസർ എന്താണ്? പാസ്ചറൈസർ എന്താണ്? പാൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കുന്ന യന്ത്രം, അതാണ് പാസ്ചറൈസർ. പാലൊക്കെ ചൂടാക്കി രോഗാണുക്കളെ നശിപ്പിക്കുന്ന യന്ത്രമാണ് പാസ്ചറൈസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോമോജനൈസർ ഉപയോഗിക്കുന്നത് എന്തിന്? ഹോമോജനൈസർ ഉപയോഗിക്കുന്നത് എന്തിന്? പാലിലെ കൊഴുപ്പ് കണങ്ങൾ ചെറുതാക്കാൻ. പാലിലെ കൊഴുപ്പ് കണങ്ങൾ ചെറുതാക്കാനാണ് ഹോമോജനൈസർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രിഫ്യൂജ് ക്രീം സെപ്പറേറ്റർ എന്തിന് ഉപയോഗിക്കുന്നു? സെൻട്രിഫ്യൂജ് ക്രീം സെപ്പറേറ്റർ എന്തിന് ഉപയോഗിക്കുന്നു? പാലിൽ നിന്നും ക്രീം വേർതിരിക്കാൻ. സെൻട്രിഫ്യൂജർ ക്രീം സെപ്പറേറ്റർ എന്തിന് ഉപയോഗിക്കുന്നു? പാലിൽ നിന്ന് ക്രീം വേർതിരിക്കാൻ. അടുത്ത ചോദ്യം, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണ്? പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ അതായത് PHE എന്താണ്? പാൽ ചൂടാക്കാനും തണുപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം. പാൽ ചൂടാക്കാനും തണുപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അടുത്ത്, ബോയിലർ ഉപയോഗിക്കുന്നത് എന്തിന്? ബോയിലർ ഉപയോഗിക്കുന്നത് എന്തിന്? ആവി ഉൽപ്പാദിപ്പിക്കാൻ, സ്റ്റീം ഉൽപ്പാദിപ്പിക്കാൻ, ആവി ഉൽപ്പാദിപ്പിക്കാനാണ് ബോയിലർ ഉപയോഗിക്കുന്നത്. ചില്ലർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചില്ലർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാൽ വേഗത്തിൽ തണുപ്പിക്കാൻ. ചില്ലർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാൽ വേഗത്തിൽ തണുപ്പിക്കാൻ. അടുത്ത്, CIP സിസ്റ്റം എന്താണ്? CIP സിസ്റ്റം ഡയറി ഉപകരണങ്ങൾ അഴിച്ചു മാറ്റാതെ ശുചീകരിക്കുന്ന സംവിധാനം. ഡയറി ഉപകരണങ്ങളൊക്കെ അഴിച്ചു മാറ്റാതെ ശുചീകരിക്കുന്ന സംവിധാനമാണ് CIP സിസ്റ്റം. അടുത്ത ചോദ്യം, ക്ലീനിങ് കെമിക്കലുകൾ തെറ്റായ അളവിൽ ഉപയോഗിച്ചാൽ എന്തു സംഭവിക്കും? ക്ലീനിങ് കെമിക്കലുകളൊക്കെ തെറ്റായ അളവിൽ ഉപയോഗിച്ചാൽ എന്തു സംഭവിക്കും? എന്തു സംഭവിക്കും? ഉപകരണങ്ങൾ നശിക്കാം, പാൽ മലിനമാകാം, ആരോഗ്യ അപകടം ഉണ്ടാകാം. ക്ലീനിങ് കെമിക്കലുകൾ തെറ്റായ അളവിൽ ഉപയോഗിച്ചാൽ ചില ഉപകരണങ്ങളൊക്കെ നശിക്കാം, പാലൊക്കെ മലിനമാകാം, ആരോഗ്യ അപകടമൊക്കെ ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറിൻ സാനിറ്റൈസറിന്റെ പ്രധാന ഗുണം എന്താണ്? ക്ലോറിൻ സാനിറ്റൈസറിന്റെ പ്രധാന ഗുണം എന്താണ്? വേഗത്തിൽ ബാക്ടീരിയ നശിക്കുന്നു. ക്ലോറിൻ സാനിറ്റൈസറിന്റെ പ്രധാന ഗുണം എന്താണ്? വേഗത്തിൽ ബാക്ടീരിയ നശിപ്പിക്കുന്നു. അയോഡിൻ സാനിറ്റൈസർ ഏത് നിറത്തിൽ കാണപ്പെടും? അയോഡിൻ സാനിറ്റൈസർ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? തവിട്ട് നിറത്തിൽ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലാണ് കാണപ്പെടുന്നത്. അയോഡിൻ സാനിറ്റൈസർ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? തവിട്ട് അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്നു. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടുകൾ QAC ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത എന്ത്? ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത എന്ത്? ദീർഘകാല ബാക്ടീരിയ നിയന്ത്രണം നൽകുന്നു. ദീർഘകാല ബാക്ടീരിയ നിയന്ത്രണം നൽകുന്നു. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ദീർഘകാല ബാക്ടീരിയ നിയന്ത്രണം നൽകുന്നു. CIP ക്ലീനിങ്ങിൽ ആദ്യം ചെയ്യുന്നത് ഏതു ഘട്ടമാണ്? CIP ക്ലീനിങ്ങിൽ ആദ്യം ചെയ്യുന്നത് ഏതു ഘട്ടമാണ്? പ്രീ റിൻസിങ് വെള്ളം കൊണ്ട് കഴുകൽ. അതാണ് CIP ക്ലീനിങ്ങിൽ ആദ്യം ചെയ്യുന്ന ഏത് ഘട്ടമാണ്? വെള്ളം കൊണ്ട് കഴുകൽ, പ്രീ റിൻസിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസിഡ് റിൻസ് സാധാരണയായി ചെയ്യുന്നത് എന്തിനു ശേഷം? ആസിഡ് റിൻസ് സാധാരണയായി ചെയ്യുന്നത് എന്തിനു ശേഷമാണ്? ആൽക്കലൈൻ വാഷിന് ശേഷമാണ് അല്ലെ? ആൽക്കലൈൻ വാഷിന് ശേഷമാണ് ആസിഡ് റിൻസ് സാധാരണയായി ചെയ്യുന്നത്. ക്ലീനിങ് സമയത്ത് PPE ഉപയോഗിക്കേണ്ടത് എന്തിന്? ക്ലീനിങ് സമയത്ത് PPE ഉപയോഗിക്കേണ്ടത് എന്തിനാണ്?
കെമിക്കൽ പൊള്ളൽ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ, കെമിക്കൽ പൊള്ളൽ അപകടങ്ങൾ ഒഴിവാക്കാൻ. ക്ലീനിങ് സമയത്ത് PPE ഉപയോഗിക്കുന്നത് എന്തിനാണ്? കെമിക്കൽ പൊള്ളൽ അപകടങ്ങളെ ഒഴിവാക്കാൻ. റോ മിൽക്ക് എന്നത് എന്താണ്? റോ മിൽക്ക് എന്നത് എന്താണ്? പാസ്ചറൈസേഷൻ ചെയ്യാത്ത പാല്, അതാണല്ലേ റോ മിൽക്ക്. റോ മിൽക്ക് എന്നാൽ എന്താണ്? പാസ്ചറൈസേഷൻ ചെയ്യാത്ത പാല്. മിൽക്ക് ചില്ലിംഗ് എന്നത് എന്താണ്? മിൽക്ക് ചില്ലിംഗ് എന്നത് എന്താണ്? പാൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കല്, അതാണ് മിൽക്ക് ചില്ലിംഗ്. മിൽക്ക് ചില്ലിംഗ് എന്നത് എന്താണ്? പാല് 4 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കല്. ബാക്ടീരിയൽ കൗണ്ട് കുറയ്ക്കാൻ ഏറ്റവും പ്രധാന ഘട്ടം ഏത്? ബാക്ടീരിയൽ കൗണ്ട് കുറയ്ക്കാൻ ഏറ്റവും പ്രധാന ഘട്ടം ഏതാണ്? പാസ്ചറൈസേഷൻ. ബാക്ടീരിയൽ കൗണ്ട് കുറയ്ക്കാൻ ഏറ്റവും പ്രധാന ഘട്ടം ഏതാണ്? പാസ്ചറൈസേഷൻ. SNF എന്നത് എന്തിന്റെ ചുരുക്ക രൂപമാണ്? സോളിഡ്സ് നോട്ട് ഫാറ്റ്. SNF എന്തിന്റെ ചുരുക്ക രൂപമാണ്? സോളിഡ്സ് നോട്ട് ഫാറ്റ്. ക്രീം സെപ്പറേഷൻ സാധാരണയായി ഏത് തത്വത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്? ക്രീം സെപ്പറേഷൻ സാധാരണയായി ഏത് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ക്രീം സെപ്പറേഷൻ സാധാരണയായി ഏത് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സ്റ്റോറേജ് ടാങ്കിൽ പാൽ സൂക്ഷിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? സ്റ്റോറേജ് ടാങ്കില് പാൽ സൂക്ഷിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? എന്ത് ശ്രദ്ധിക്കണം? താപനില, ശുചിത്വം, അടച്ച നില എന്നിവ ശ്രദ്ധിക്കണം അല്ലെ. സ്റ്റോറേജ് ടാങ്കില് പാൽ സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? താപനില ശ്രദ്ധിക്കണം, ശുചിത്വം ശ്രദ്ധിക്കണം, അടച്ച നില ശ്രദ്ധിക്കണം. മിൽക്ക് അഡൾട്ടറേഷൻ എന്നത് എന്താണ്? മിൽക്ക് അഡൾട്ടറേഷൻ എന്നത് എന്താണ്? പാലിൽ അനാവശ്യ വസ്തുക്കൾ ചേർക്കൽ, അതാണ് മിൽക്ക് അഡൾട്ടറേഷൻ. പാലിൽ അനാവശ്യ വസ്തുക്കൾ ചേർക്കൽ, അതാണ് മിൽക്ക് അഡൾട്ടറേഷൻ. ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? പാലിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി പരിശോധിക്കാൻ. ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പാലിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി പരിശോധിക്കാൻ. മിൽക്ക് ടെസ്റ്റിംഗ് പ്ലാന്റിൽ എപ്പോഴാണ് നടത്തുന്നത്? മിൽക്ക് ടെസ്റ്റിംഗ് പ്ലാന്റിൽ എപ്പോഴാണ് നടത്തുന്നത്? മിൽക്ക് റിസപ്ഷൻ സമയത്ത്. മിൽക്ക് ടെസ്റ്റിംഗ് പ്ലാന്റിൽ എപ്പോഴാണ് നടത്തുന്നത്? മിൽക്ക് റിസപ്ഷൻ സമയത്ത്. പാസ്ചറൈസ്ഡ് മിൽക്ക് എത്ര ദിവസത്തേക്ക് സാധാരണ സുരക്ഷിതമാണ്? പാസ്ചറൈസ്ഡ് മിൽക്ക് എത്ര ദിവസത്തേക്ക് സാധാരണ സുരക്ഷിതമാണ്? 2-3 ദിവസം തണുപ്പില് സൂക്ഷിച്ചാൽ അത് സാധാരണ സുരക്ഷിതമാണ്. ബൾക്ക് മിൽക്ക് കൂളർ എന്തിന് ഉപയോഗിക്കുന്നു? ബൾക്ക് മിൽക്ക് കൂളർ അല്ലെങ്കിൽ BMC എന്തിന് ഉപയോഗിക്കുന്നു? പാൽ ശേഖരിച്ച് തണുപ്പിക്കാൻ. പാല് ശേഖരിച്ച് തണുപ്പിക്കാനാണ് ബൾക്ക് മിൽക്ക് കൂളർ ഉപയോഗിക്കുന്നു. സ്റ്റോറേജ് സിലോ എന്നത് എന്താണ്? സ്റ്റോറേജ് സിലോ എന്നത് എന്താണ്? വലിയ അളവിൽ പാൽ സൂക്ഷിക്കുന്ന ടാങ്കാണ് സ്റ്റോറേജ് സിലോ. മിൽക്ക് പമ്പ് ഉപയോഗിക്കുന്നത് എന്തിന്? മിൽക്ക് പമ്പ് ഉപയോഗിക്കുന്നത് എന്തിന്? പാല് ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ. പാല് ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാനാണ് മിൽക്ക് പമ്പ് ഉപയോഗിക്കുന്നത്. വെയിങ് സ്കെയിൽ ഡയറി പ്ലാന്റിൽ എന്തിന്? വെയിങ് സ്കെയില് ഡയറി പ്ലാന്റിൽ എന്തിനാണ്? പാലിന്റെ ഭാരം അളക്കാൻ. വെയിങ് സ്കെയില് ഡയറി പ്ലാന്റിൽ എന്തിനാണ്? പാലിന്റെ ഭാരം അളക്കാൻ. ഫില്ലിംഗ് മെഷീൻ എന്താണ്? ഫില്ലിംഗ് മെഷീൻ എന്താണ്? പാൽ പാക്കറ്റുകളിൽ നിറയ്ക്കുന്ന യന്ത്രം. പാല് പാക്കറ്റുകളിൽ നിറയ്ക്കുന്ന യന്ത്രമാണ് ഫില്ലിംഗ് മെഷീൻ. സീലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്തിന്? സീലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പാൽ പാക്കറ്റുകൾ അടയ്ക്കാൻ. പാൽ പാക്കറ്റുകൾ അടയ്ക്കാനാണ് സീലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. ജനറേറ്റർ ഡയറി പ്ലാന്റിൽ എന്തിന് ആവശ്യമാണ്? ജനറേറ്റർ ഡയറി പ്ലാന്റിൽ എന്തിന് ആവശ്യമാണ്? വൈദ്യുതി മുടങ്ങിയാൽ പ്രവർത്തനം തുടരാൻ. ജനറേറ്റർ ഡയറി പ്ലാന്റിൽ എന്തിനാണ് ആവശ്യമാണ്? വൈദ്യുതി മുടങ്ങിയാൽ പ്രവർത്തനം തുടരാന്. എയർ കംപ്രസർ എന്തിന് ഉപയോഗിക്കുന്നു? എയർ കംപ്രസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ന്യൂമാറ്റിക് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ. ന്യൂമാറ്റിക് യന്ത്രങ്ങൾ പ്രവർത്തിക്കാനാണ് എയർ കംപ്രസർ ഉപയോഗിക്കുന്നു. തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? പാലിന്റെ താപനില പരിശോധിക്കാൻ. പാലിന്റെ താപനില പരിശോധിക്കാൻ തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. ഹൈഗ്രോമീറ്റർ എന്ത് അളക്കുന്നു? ഈർപ്പം, ഹ്യൂമിഡിറ്റി അളക്കുന്നു അല്ലെ. ഹൈഗ്രോമീറ്റർ എന്തളക്കുന്നു? ഈർപ്പം, ഹ്യൂമിഡിറ്റി അളക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.